ഹായ് കൂട്ടുകാരെ, നാച്ചുറൽ ഫാമിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കാട് വെട്ടുന്ന മെഷീൻ മേടിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഫിറ്റ് ചെയ്യുന്നൊക്കെ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. വലിയ വിലയുടെ ഒന്നുമല്ല, നമ്മുടെ വീടിന് ചുറ്റും ചെറിയ സ്ഥലത്തൊക്കെ വെട്ടാൻ പറ്റുന്ന വിലക്കുറവിൻ്റെ ഒരു 6000 ഒക്കെ വരുന്ന ഒരു മെഷീനാണ് കേട്ടോ കാട് വെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരു മെഷീൻ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ വെട്ടാൻ, നമ്മൾ വേറെ സ്ഥലത്തൊന്നും പോയി വെട്ടുന്നില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ പിന്നെ 6000 രൂപയ്ക്ക് പുതിയ മെഷീൻ തന്നെ കിട്ടി. അങ്ങനെയാണ് ഇത് മേടിച്ചത്. ഇതിലും വില കൂടുതലിൻ്റെ ഉണ്ട് കേട്ടോ, കുറച്ച് 12000-ൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് ഇത് മതി, ചെറുത് മതി വീട്ടാവശ്യത്തിന്. ഇതിൻ്റെ ടൂൾസുകളാണ്. ഇതാണ് വയറിടുന്നത് അല്ലേ? ഓൾറെഡി വയർ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതും ഇടുന്നതൊക്കെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, പഠിക്കണം, ചോദിച്ച് ചെയ്യാം. ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു പിടി എൻ്റെ കാർഡ് ഇതാണ് അതിൻ്റെ മോട്ടർ അല്ലേ? അയ്യോ, എന്തൊക്കെ ചാടി. നേരെ ഇരിക്കൂല. എങ്ങനെ ഇരിക്കണ്ടത്? എത്ര നീളം? നല്ല നീളമുണ്ട്. ഇത്ര നീളം ഉണ്ടായിരുന്നു സാധാരണ ഇതിന്? ഓ, ഇത് മെഷീൻ കൂടി അപ്പം ഇതാണ് വെട്ടുന്നത്. ഇവിടെയാണ് ആ സാധനം പിടിപ്പിക്കുന്നത് അല്ലേ? ബ്ലേഡ് ഉണ്ടോ? ബ്ലേഡ് എന്തിനുള്ളതാ? വലിയ മരങ്ങൾ വെട്ടാനായിരിക്കും അല്ലേ? ബ്ലേഡ് തന്നെയാണത്. കട്ടർ ബ്ലേഡ്. ഓ, ഇതെന്തിനുള്ളതാണാവോ? വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് കുറവാട്ടോ.
സേഫ്റ്റി ഗാർഡാണ് അടുത്തത്. അപ്പോൾ ഞങ്ങൾ മെഷീൻ എല്ലാം ഫിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കാടൊന്ന് വെട്ടി നോക്കുമായിരുന്നു കേട്ടോ. ഇത്രയും ഭാഗത്തേ വെട്ടിയുള്ളൂ, ഇനിയും കൂടുതൽ സ്ഥലം വെട്ടാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നറിയാൻ. പിന്നെ ഇത് നമ്മളെ വാഴയും കവുങ്ങും കൂടിയാണ്. കവുങ്ങും തൈ വെച്ചിട്ടുണ്ട് നമ്മൾ. റബ്ബറായിരുന്നു പണ്ട് ഇവിടെ. റബ്ബർ മുറിച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യം കവുങ്ങും തൈ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നിറച്ച് പുല്ല് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പച്ചക്കറി നടാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കൂടെ കാട് വെട്ടാനുണ്ട്. അത് മെല്ലെ വെട്ടുള്ളൂ. നിറച്ച് കണ്ട തൊട്ടാവാടി കയറി കിടക്കുകയാണ്. അതിനകവും കാട് വെട്ടണം. അത് വെട്ടിയിട്ട് നമ്മളെ തണ്ണിമത്തൻ വിത്ത് പാകിയൊരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ആ തണ്ണിമത്തൻ്റെ തൈ എല്ലാം മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ച് നടാനാകുമ്പോൾ ഇതിനകത്താണ് പറിച്ച് നടാമെന്ന് വിചാരിക്കുന്നത്. എന്താ തിന്നണേ? സിറ്റാൻ സൗകര്യമില്ല, അതാണ്. പറ്റിക്കല കേട്ടോ. കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. ഇവിടെ 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 എൻ്റെ അടുത്താ കൊണ്ട് തന്നെ. ഞാനാണോ ഇട്ട് തന്നേ? ഞാനാണോ ഇട്ട് തന്നേ? വലിയ വടിയാണ്. എല്ലായിടത്തും മണം പിടിച്ച് നോക്കുക. എന്താ തിന്നുന്നേ? സെറാ സെറാ സിറ്റ്. സെറാ സിറ്റ്. സെറേനെ വൈകുന്നേരം ഞങ്ങളിങ്ങോട്ട് കയറ്റുന്ന പറമ്പിലോട്ട്. ഭയങ്കര സന്തോഷമാണ് ഓടിക്കളിക്കാൻ വേണ്ടി. കമ്പ് തിന്നല്ലേ? ഐ എന്തായി കാണിക്കണേ? എന്താണ് ഈ പെണ്ണ് കാണിക്കണേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിഷൻ വെച്ച് കാട് വെട്ടിയ സ്ഥലത്തൊക്കെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത് തുടരെ അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. നല്ലതായാലും ചീത്തയായാലും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.